അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രോമിസ് ചെയ്തതുപോലെ വൈബറി ഫാമിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ സ്റ്റോക്ക് കോൺട്രൻറ്റിൽ നിന്നാണ് ഈ ഒരു ഫാം തേടി പോയത്. ഏകദേശം 2.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് സ്റ്റോക്ക് കോൺട്രൻറ്റിൽ നിന്ന്. ഇവിടെ പാർക്കിംഗ് അവൈലബിൾ ആണ്. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ടും സ്കൂൾ ഹോളിഡേ ആയതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മാറിയാണ് പാർക്കിംഗ് കിട്ടിയത്. പാർക്കിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ എൻട്രി ഫീസ് അടച്ച് അകത്ത് കയറി. ഒരു അഡൽട്ടിന് 9.5 പൗണ്ടാണ് ആവുന്നത്. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടയിടാനായിട്ടുള്ള ചൂണ്ടയും ബക്കറ്റും അതുപോലെ കോരി പിടിക്കാനുള്ള നെറ്റും ഒക്കെ അവർ തന്നെ തരും. അപ്പോൾ ഈ ഒരു കിറ്റിന് നമ്മൾ 3 പൗണ്ട് എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് അവരൊരു വീഡിയോ കാണിച്ചു തരും. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് വേണം നമ്മൾ മീനെ പിടിക്കാനായിട്ട്. പിന്നെ അവിടെ ഇഷ്ടംപോലെ മീനുണ്ട്. ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മീനെ കിട്ടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമുക്കൊരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട് അവിടെ. ഞങ്ങൾ എല്ലാവരും കൂടെ ചൂണ്ടയിട്ട് ഏകദേശം ഒരു 6 മീനോളം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ ഏകദേശം ഒരു മീഡിയം ടൈപ്പ് മീനായിരുന്നു. ഈ പിടിക്കുന്ന മീനിന് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ്. ഒരു കിലോയ്ക്ക് 12 പൗണ്ട് വെച്ചാണ് അവർ ചാർജ് ഈടാക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 3.5 കിലോയോളം മീനാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരവിടെ ക്ലീൻ ചെയ്ത് തരും നമുക്ക് ആവശ്യമാണെങ്കിൽ. ഒരു മീൻ 1 പൗണ്ട് വെച്ചാണ് ക്ലീനിങ് ചാർജ് വരുന്നത്. അവർ ക്ലീൻ ചെയ്തത് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അവരെ കൊണ്ട് ക്ലീൻ ചെയ്തത് കൂടാതെ ഞങ്ങൾ വീണ്ടും മീൻ ക്ലീൻ ചെയ്തു. കയ്യിൽ കത്തി ഉണ്ടായിരുന്നതുകൊണ്ട്. മാത്രമല്ല നമ്മൾ പോകുന്ന സമയത്ത് കയ്യിലൊരു കത്തിയും കുറച്ച് മസാല ഐറ്റംസ്, ഈ ഗ്രില്ല് ചെയ്യാനുള്ള മസാല ഐറ്റംസ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫ്ലേവറിൽ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഗ്രില്ല് ചെയ്യാനുള്ള ഒരു കിറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതിന് 12 പൗണ്ടാണ് ആകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പ്ലേറ്റ്, സോൾട്ട്, പിന്നെ സ്പൂണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഹട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു ബുക്കിംഗ് എറർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഓപ്പൺ ഏരിയയിലാണ് ഗ്രില്ല് ചെയ്തത്. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടും കാര്യങ്ങളും ആയിരുന്നു. ചുറ്റും ഇഷ്ടംപോലെ ആൾക്കാർ നിന്ന് ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റിയൊരു ഏരിയ കൂടിയാണിത്. കാരണം കുറേ സ്ഥലങ്ങൾ അലഞ്ഞിരിഞ്ഞ് കാണുന്നതിനേക്കാൾ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനൊരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയാൽ അത് വളരെ മനോഹരമായിരിക്കും. കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ടും അതുപോലെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളും ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ അതിൽ ഉള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഗ്രില്ല് ചെയ്തെടുത്തു. പല ഫ്ലേവറിൽ ഞങ്ങൾ കുറച്ച് മസാലയൊക്കെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പല ഫ്ലേവറിൽ ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ട് പറ്റി. ഫ്രഷായിട്ട് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു മീൻ. എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഫാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അഡ്രസ്സും കാര്യങ്ങളും മെൻഷൻ ചെയ്തേക്കാം. താല്പര്യമുള്ളവരൊക്കെ സമ്മർ സീസണിൽ തന്നെ പോവുക. ഈ ഒരു ടൈമിലാകുമ്പോൾ നമുക്ക് ക്ലൈമറ്റിൻ്റേതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.